നിങ്ങൾ പാർസൽ തുറക്കുമ്പോൾ അതിൽ ബബിൾ റാപ്പ് കാണാറില്ലേ? അങ്ങനെ ബബിൾ റാപ്പ് കണ്ടപ്പോൾ ഇത് പൊട്ടിക്കാതെ വിടാം എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ പൊട്ടിക്കാതെ വിടാമെന്ന് ചിന്തിച്ചിട്ടും അറിയാതെ ഓരോ ബബിളും പൊട്ടിച്ചിട്ടുണ്ടോ? ചിലർ ഒരെണ്ണം അല്ലെങ്കിൽ രണ്ടെണ്ണം പൊട്ടിക്കും. പക്ഷെ മറ്റു ചിലർ അവസാനത്തെ ബബിൾ പൊട്ടുന്നത് വരെ നിർത്തില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഇതൊരു ചൈൽഡിഷ് ഹാബിറ്റാണോ? അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിൽ നടക്കുന്ന ഒരു സയൻറ്റിഫിക് പ്രോസസ്സാണോ? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മോട്ടിവേഷനെക്കുറിച്ചോ അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റിയെക്കുറിച്ചോ ഒന്നുമല്ല. വളരെ രസകരമായ എന്നാൽ സയൻറ്റിഫിക് ആയിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ചാണ്. എന്തുകൊണ്ടാണ് ബബിൾ റാപ്പ് പൊട്ടിക്കുന്നത് ഇത്ര സാറ്റിസ്ഫൈങ് ആയി തോന്നുന്നത്? സൈക്കോളജി എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത് എന്നൊക്കെയാണ്. ഈ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ബ്രെയിനിനെ കുറിച്ച് ഒരു പുതിയ കാര്യം മനസ്സിലാവും. നമ്മുടെ ബ്രെയിൻ ഒരു പവർഫുൾ ഇൻഫർമേഷൻ പ്രോസസ്സറാണ്. നമ്മൾ എന്തെങ്കിലും തൊടുമ്പോഴോ കേൾക്കുമ്പോഴോ കാണുമ്പോഴോ ഒക്കെ നമ്മുടെ ബ്രെയിൻ അതെല്ലാം അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ബബിൾ റാപ്പ് പൊട്ടിക്കുമ്പോൾ ഒരേ സമയം 3 കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. 1. വിരൽ തുമ്പിൽ ഒരു പ്രഷർ ഫീൽ ചെയ്യുന്നു. 2. പോപ്പ് എന്നൊരു ശബ്ദം, ബബിൾ റാപ്പ് പൊട്ടുമ്പോഴുള്ള ശബ്ദം നമ്മൾ കേൾക്കുന്നു. 3. ആ ബബിൾ ഡിസപ്പിയർ ആവുന്നത്, ആ ബബിൾ പൊട്ടുന്നത് നമ്മൾ കാണുന്നു. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരേ സമയം ലഭിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിന് ഒരു കംപ്ലീറ്റ് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ബബിൾ റാപ്പ് പൊട്ടിക്കുമ്പോൾ നമുക്കൊരു സ്ട്രേഞ്ച് സാറ്റിസ്ഫാക്ഷൻ അനുഭവപ്പെടുന്നത്. നമ്മുടെ ബ്രെയിൻ വലിയ വിജയങ്ങൾ മാത്രം ആഘോഷിക്കുന്ന ഒന്നല്ല. ചെറിയ ചെറിയ അച്ചീവ്മെൻറ്റ്സ് പോലും നമ്മുടെ ബ്രെയിനിന് വളരെയധികം സന്തോഷം കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ ടാസ്ക് കംപ്ലീറ്റ് ചെയ്താൽ, ഒരു ഇമെയിൽ അയച്ചാൽ, ഒരു ചെക്ക് ലിസ്റ്റിൽ ഒരു ടിക്ക് വീഴുമ്പോൾ, ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ചെറിയൊരു സന്തോഷം നമുക്ക് തോന്നാറില്ലേ? അതുപോലെ തന്നെയാണ് ബബിൾ റാപ്പും. ഓരോ ബബിൾ പൊട്ടുമ്പോഴും ബ്രെയിൻ പറയുന്നു, ഡൺ, വെരി ഗുഡ്, വീണ്ടും ചെയ്യുക, എഗെയിൻ, ഡു ഇറ്റ് എഗെയിൻ. ഓരോ പോപ്പും ഓരോ റിവാർഡായിട്ടാണ് ബ്രെയിൻ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്കത് വീണ്ടും വീണ്ടും പൊട്ടിക്കാനും തോന്നുന്നത്. നിങ്ങൾ സ്ട്രെസ് ബോൾ ഉപയോഗിച്ചിട്ടുണ്ടോ? സ്ട്രെസ് ബോൾ എന്ന് പറഞ്ഞാൽ ചിലരതിന് സ്മൈലി ബോൾ എന്ന് പറയും. ഒരു സ്പോഞ്ചിൻ്റെ ബോളാണത്. അല്ലെങ്കിൽ പെന്ന് കറക്കുന്നത്, ടേബിളിൽ ടാപ്പ് ചെയ്യുന്നത്, ഡൂഡ്ലിംഗ് ആർട്ട് ചെയ്യുന്നത്, ഇതെല്ലാം റിപ്പീറ്റിംഗ് ആക്ഷൻസ് ആണ്. സൈക്കോളജി പറയുന്നത് ഇത്തരത്തിലുള്ള റിപ്പീറ്റേറ്റീവ് മൂവ്മെൻറ്റ്സ് ബ്രെയിനിനെ റിലാക്സ് ചെയ്യാൻ സഹായിക്കുമെന്നാണ്. ബബിൾ റാപ്പ് പൊട്ടിക്കുന്നതും അതുപോലൊന്നാണ്. നമ്മുടെ കൈകൾ വളരെ സിമ്പിൾ എന്ന് തോന്നിക്കുന്ന ഒരു ടാസ്ക് ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡ് കുറേ സമയം നമ്മുടെ വറീസിൽ നിന്ന്, നമ്മുടെ ടെൻഷനിൽ നിന്ന് എല്ലാം മാറി നിൽക്കും. അതുകൊണ്ടാണ് സ്ട്രെസ് ഉള്ള സമയത്ത് പോലും ബബിൾ റാപ്പ് പൊട്ടിക്കുന്നത് വളരെ കാമിംഗ് ആയിട്ട് നമുക്ക് തോന്നുന്നത്. നമ്മൾ കുട്ടികളായിരുന്നപ്പോൾ പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ വളരെ ഇഷ്ടമായിരുന്നു അല്ലേ? പക്ഷെ സത്യത്തിൽ ആ ക്യൂരിയോസിറ്റി ഒട്ടും ഇല്ലാതാവുന്നില്ല. ഓരോ ബബിൾ റാപ്പ് അമർത്തുമ്പോഴും നമ്മുടെ ബ്രെയിൻ ചെറിയൊരു ആൻറ്റിസിപ്പേഷൻ ഉണ്ടാകും, ചെറിയൊരു പ്രതീക്ഷയുണ്ടാവും. ഇപ്പോൾ പൊട്ടുമോ? ഈ ബബിളിൻ്റെ സൗണ്ട് എന്തായിരിക്കും? അങ്ങനെ ചില ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ചില പ്രെഡിക്ഷൻസ് നമ്മുടെ മൈൻഡിലുണ്ടാവും. അടുത്ത നിമിഷം ആ ബബിൾ പൊട്ടുമ്പോൾ, ഒരു പോപ്പ് ശബ്ദത്തോടെ ആ ബബിൾ പൊട്ടുമ്പോൾ നമ്മുടെ പ്രെഡിക്ഷൻസ് ശരിയാകുന്നു. ബ്രെയിനിന് ഒരു കോസ് ആൻഡ് എഫക്റ്റ് ആണ് കിട്ടുന്നത്. അതായത് നമ്മളൊന്ന് ചിന്തിച്ചു, അത് തന്നെ അവിടെ സംഭവിച്ചു. സ്വാഭാവികമായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രവചിക്കുന്ന കാര്യം അതേപോലെ തന്നെ നടക്കുമ്പോൾ നമുക്കത് സന്തോഷം തരാറുണ്ട്. അതുപോലെ തന്നെയാണിതും. നമ്മുടെ ബ്രെയിൻ പ്രെഡിക്റ്റ് ചെയ്ത കാര്യം അതുപോലെ തന്നെ നടക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ സന്തോഷിക്കും. അതുകൊണ്ടാണ് ഈ സിമ്പിൾ ആക്ടിവിറ്റി പോലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത്. പലരും കരുതുന്നത് കുട്ടികളാണ് കളിച്ച് വളരേണ്ടത്, കുട്ടികളാണ് കളിക്കേണ്ടത് എന്നാണ്. മുതിർന്നാൽ അല്ലെങ്കിൽ ഒരു പ്രായമായി കഴിഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ടിരിക്കണം, വളരെ പക്വതയോടെ ഇരിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ കളിക്കുക, ഏതെങ്കിലും ഒരു രീതിയിലുള്ള കളികൾ എന്ന് ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും കളിപ്പാട്ടം ഉപയോഗിച്ചുള്ളതോ ടോയ്സ് ഉപയോഗിച്ചുള്ളതോ മാത്രമല്ല. നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഏതൊരു ചെറിയ ആക്ടിവിറ്റിയും ഒരു പ്ലേ തന്നെയാണ്. ഡ്രോയിങ്, ഗാർഡനിങ്, മ്യൂസിക്, പസിൽ സോൾവിങ്, ബബിൾ റാപ്പ് പോപ്പിംഗ്, ഇതെല്ലാം ഇമോഷണൽ വെൽബീയിങ് വർദ്ധിപ്പിക്കുന്ന ചെറിയ പ്ലേഫുൾ മൊമെൻറ്റ്സ് ആണ്. ഒരു ബിസി ജീവിതത്തിൽ ഇത്തരം ചെറിയ സന്തോഷങ്ങൾ ബ്രെയിനിനെ റീചാർജ് ചെയ്യാനുള്ള ഒരവസരമാണ്. നിങ്ങൾക്ക് ബബിൾ റാപ്പ് പൊട്ടിച്ചതിന് ആരെങ്കിലും സാലറി തരുന്നുണ്ടോ? പ്രൈസ് കിട്ടുന്നുണ്ടോ? ഇല്ല, ശരിയല്ലേ? എന്നിട്ടും നമുക്കത് ചെയ്യാൻ തോന്നുന്നു. കാരണം നമ്മളത് ചെയ്യുന്നതൊരു റിവാർഡിന് വേണ്ടിയല്ല.
ആ ഒരു കാര്യം ചെയ്യുന്നത് തന്നെ നമുക്ക് ഭയങ്കര എൻജോയബിളാണ്. സൈക്കോളജിയിൽ ഇതിനെ ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്നാണ് പറയുന്നത്. അതായത് പുറത്തു നിന്നുള്ള റിവാർഡില്ലെങ്കിലും നമ്മുടെ ഉള്ളിലെ സന്തോഷം കാരണം ചെയ്യുന്ന കാര്യങ്ങൾ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ബബിൾ റാപ്പ് പൊട്ടിക്കാൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഇമ്മച്ചുറാണോ? ഒരിക്കലുമല്ല. ഇത് ചൈൽഡിഷ് ബിഹേവിയറേ അല്ല. ഇത് ബ്രെയിനിൻ്റെ ഒരു നാച്ചുറൽ റെസ്പോൺസാണ്. നമ്മുടെ ബ്രെയിനിന് പ്രെഡിക്റ്റബിലിറ്റി ഇഷ്ടമാണ്, ചെറിയ ചെറിയ റിവാർഡുകൾ ഇഷ്ടമാണ്, പ്ലേഫുൾ ആയിരിക്കുന്നത് ഇഷ്ടമാണ്, ക്യൂരിയോസിറ്റി ഇഷ്ടമാണ്. അതുകൊണ്ടാണ് നമ്മുടെ ബ്രെയിനിന് ബബിൾ റാപ്പ് ഇത്ര സാറ്റിസ്ഫൈങ് ആയി തോന്നുന്നതും. ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ എപ്പോഴും വലിയ വിജയങ്ങൾ ആവശ്യമില്ല. ചിലപ്പോൾ ഒരു കപ്പ് കോഫി, ഒരു മഴ, ഒരു പാട്ട്, അല്ലെങ്കിൽ ഒരു ചെറിയ പോപ്പിംഗ് സൗണ്ട്, ഇതൊക്കെ തന്നെ ധാരാളം മതി നമ്മുടെ ബ്രെയിനിനെ സന്തോഷിപ്പിക്കാൻ. അതുകൊണ്ട് അടുത്ത തവണ ബബിൾ റാപ്പ് പൊട്ടിക്കുമ്പോൾ ഞാൻ കുട്ടിത്തം കാണിക്കുകയാണ് എന്ന് കരുതണ്ട. പകരം വളരെ നിസ്സാരമായി തോന്നിക്കുന്ന ഇത്തരം കാര്യങ്ങളിലൂടെ എൻ്റെ ബ്രെയിനിനെ ഞാൻ സന്തോഷിപ്പിക്കുകയാണ് എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ഇതുപോലുള്ള സൈക്കോളജിയും ബ്രെയിൻ സയൻസും നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യൂ. കാരണം അണ്ടർസ്റ്റാൻഡിങ് യുവർ ബ്രെയിൻ ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടു ചേഞ്ച് യുവർ ലൈഫ്. നിങ്ങളുടെ ബ്രെയിനിനെ, നിങ്ങളുടെ മൈൻഡിനെ മനസ്സിലാക്കുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റത്തിലേക്കുള്ള ഏറ്റവും ആദ്യത്തെ ചുവടുവയ്പ്പ്. ബബിൾ റാപ്പിനെ കുറിച്ച് സംസാരിച്ച ഈ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ കാര്യം ഏതാണെന്ന് കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴെങ്കിലും ബബിൾ റാപ്പ് പൊട്ടിച്ചപ്പോൾ അത് നിങ്ങളുടെ പ്രായത്തിന് ചേർന്നൊരു കാര്യമല്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റിൽ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. See you in the next video.